എന്റെ പൊന്നി ചേച്ചി, എനിക്ക് ഈ നീലകണ്ഠൻ സാറിന്റെ ആലോചനയൊന്നും വേണ്ട. ഞാൻ വല്ല കൈയും കാലം തളർന്നെടുക്കണവരെ എനിക്ക് കെട്ടിക്കോളാം. എനിക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ, ഞാൻ പണിയെടുത്തിട്ടല്ല അയാളെ നോക്കിക്കോളാം. അല്ല, ആരോഗ്യം കൂടുമ്പോഴാണല്ലോ നമ്മുടെ മേക്കിട്ട് കയറാൻ വരുന്നത്. ഇതാകുമ്പോ കുറച്ച് സ്നേഹങ്ങളും ഉണ്ടാവും. എന്റെ തീരുമാനം ഇതന്നെയാ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളോ? ഹായ്, എന്താ പേര്? ഞാൻ അരവിന്ദ്. എവിടെ വീട്? ഇവിടെ അടുത്താണോ? എവിടെ വർക്ക് ചെയ്യണ്? വീട്ടിലാരൊക്കെ ഉള്ളത്? അന്വേഷിക്കണേ പോയേ ശല്യം. അയ്യോ, ഞാൻ അങ്ങനത്തെ ഒരു ശല്യക്കാരനല്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? അല്ല, താനാരാ? എനിക്ക് സൗകര്യമില്ല തന്നോട് ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. അയ്യോ, ആ കാര്യമില്ല, വേറൊരു കാര്യം ചോദിക്കാനാ. അതെ, ഒന്ന് കേക്കാമോ? ഓ ശല്യം. ഒരു മിനിറ്റ്. താനാരാ? ഞാൻ അരവിന്ദ്. നമ്മൾ ഒരാഴ്ച മുമ്പ് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിച്ചിരുന്നു. തനിക്ക് എന്താ വേണ്ടേ? ഒരാഴ്ചയായിട്ട് ആക്ച്വലി ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാറുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടേ. പക്ഷെ കാണാറില്ല. എന്നാൽ നാട്ടിൽ അന്വേഷിക്കാന്ന് വെച്ചാൽ അഡ്രസ്സും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഒരാഴ്ചയായിട്ട് സമാധാനം ഉണ്ടായിരുന്നു. ഞാനൊരു സമാധാനക്കേട്ടിന് വന്നല്ല. ഓ, അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റൂട്ട് മാപ്പ് ഉണ്ടാക്കി എന്റെ പുറകെ നടക്കുന്നത്. തപ്പി നടന്നു ശരിയാ, പക്ഷെ കിട്ടിയില്ലല്ലോ. അതെ, താൻ വലിയ സ്മാർട്ട് ആണെന്നുള്ളൊരു ധാരണ എനിക്കുണ്ടാവും. അതങ്ങ് വീട്ടിൽ വെച്ചാൽ മതി. ഈ വഴിയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ തലയ്ക്ക് പ്രേമരോഗം പിടിക്കുന്ന എനിക്ക് മനസ്സിലാവും. ഇനി എന്റെ പുറകെ വന്നാ ഞാൻ പോലീസിനെ വിളിക്കും. അയ്യോ, അതെ, എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. അന്നാ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഫോണിൽ സംസാരിച്ചതൊക്കെ സത്യമാണോ? അതി വന്നോ? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അമ്മയുടെ ഓർമ്മ എന്നിട്ട് എവിടെ പോയി കിടക്കുക? ആരെങ്കിലും കയറി വന്ന പോലെ അറിയില്ലല്ലോ. എന്താ ഒരു വിഷമം നിന്റെ മുഖത്ത്? ഒരു ടെൻഷൻ? അമ്മ, ഞാൻ കഴിഞ്ഞ ആഴ്ച ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരുത്തനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ എന്റെ കൂടെ ബസ്സിലും കയറി. എന്നിട്ട് ആൾക്കാരെ കൂടി അവനെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതാ. ഒരാഴ്ച ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഞാൻ വീണ്ടും എന്റെ പുറകെ വന്നേക്കുക. ഒരാഴ്ചയായിട്ട് അവൻ എന്റെ വീടും നാടൊക്കെ അന്വേഷിച്ച് നടക്കായിരുന്നു. എനിക്കെന്തോ കഴിഞ്ഞതൊക്കെ വീണ്ടും ആവർത്തിക്കുന്നൊരു പേടി. നീ വെറുതെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നിനക്ക് അവനോട് ചോദിക്കായിരുന്നില്ലേ എന്താ കാര്യം എന്നുള്ളത്? അവരെ വായി നോക്കി എങ്ങനെ ആവും? നീ വെറുതെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് നീ വെറുതെ. അമ്മ പറഞ്ഞൊക്കെ ശരിയായിരിക്കും. ഞാനിങ്ങനെ പഴയതൊക്കെ ഓരോന്ന് ആലോചിച്ചിട്ട്. അമ്മ, എനിക്കൊരു ചായ എടുത്തമ്മ. അല്ലെങ്കിൽ അത് നല്ല ആലോചനയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചാലോ? അമ്മയ്ക്ക് ഇതൊന്നും പോരാല്ലേ? ചേച്ചിയുടെ കാര്യം കൊണ്ടൊന്നും മതിയായിട്ടില്ലെന്ന് തോന്നുന്നു. ചായ എടുത്തമ്മ. എക്സ്ക്യൂസ് മീ. ആരാ? എന്താ വേണ്ടത്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച കൂട്ടുകാരന്റെ വീട്ടിൽ ഫംഗ്ഷൻ വന്നപ്പോഴേ ബസ് സ്റ്റോപ്പിൽ നിന്ന് പരിചയപ്പെട്ടായിരുന്നു. എന്തായാലും മോൻ പുറത്തുനിന്ന് വർത്താനം പറയാൻ ഉള്ളിൽ കയറിയിരിക്കും. അമ്മേ, ആരെന്താന്ന് പറയണ്ട. അമ്മ പിടിച്ച് അകത്ത് കയറ്റിയിരുത്താണോ? മോൻ ഇരിക്കേ. എന്നെ കാണുമ്പോ അങ്ങനെ ഒരു കുഴപ്പക്കാരനോട്ടൊക്കെ തോന്നുന്നു. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ കഷ്ടപ്പെട്ടിട്ട് ഞാൻ അന്വേഷിച്ച് നടന്നത്. എന്തായാലും മോൻ ഇവിടെ ഒരു വീട് അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവേണ്ടിയിരിക്കില്ല എന്ന് തോന്നുന്നു. എന്താ അമ്മ? എന്തായാലും ഞാനൊരു റിട്ടയർഡ് ടീച്ചറല്ലേ, അഞ്ജു. ആ, അഞ്ജു എന്നാണോ പേര്? അല്ല, അഞ്ജലീന. ഞാനേ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. എനിക്കൊരു ഏട്ടനാണുള്ളത്. അപ്പോ ഏട്ടന് വേണ്ടിട്ടാണ് ഞാൻ അഞ്ജലിയുടെ പുറകെ നടന്നത്. ബ്രദറോ? കൊള്ളാം, നല്ല ടേസ്റ്റ്. ആഹാ, അപ്പൊ ഏട്ടന് വേണ്ടിട്ടായിരുന്നോ ഇത്രയും നാള് ചീത്ത കെട്ടി നടന്നത്? ഇയാളുടെ നിന്നാ നിങ്ങളുടെ നാട്ടിൽ പെണ്ണൊന്നും കിട്ടില്ലേ? പറയാൻ അഞ്ജലി പ്ലീസ്, എന്റെ ഏട്ടൻ നല്ലൊരാളാ. അഞ്ജലി അന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞത് വയ്യാതെ കിടക്കുന്ന ആളാണെങ്കിലും കല്യാണം കഴിക്കാൻ ഓക്കെ ആണെന്ന്. അങ്ങനെയുള്ളവർക്ക് സ്നേഹം കൂടുന്നു. എന്റെ ഏട്ടൻ എപ്പോഴും സ്നേഹമുള്ള ഒരാളാണ്. ഒരു ആക്സിഡന്റിന് ശേഷം ആൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. കയ്യിലൊന്നും ഒരു കുഴപ്പമില്ല. പുള്ളി ഒരു ആർട്ടിസ്റ്റാ. ഇപ്പം വീൽ ചെയറിലാണ്. മോനെ നീട്ടെ, അവളെ എന്തെങ്കിലും പൊട്ടത്തരൊക്കെ വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് ഇതൊക്കെ ഇവിടെ വന്ന് പറയത്തിരി ധൈര്യം വേണ്ടേ? അമ്മയ്ക്ക് ഇതെന്താ? ഇവൻ ചുമ്മാ ഡ്രാമ കളിക്കുക.
ഈശ്വര എന്തൊക്കെ തരം ആൾക്കാരെ ഒരു ഫ്രോഡുകാരായിട്ട് വന്നോളും. അയ്യോ അയ്യോ, ഞാൻ പറഞ്ഞപ്പോ സത്യ. അമ്മന്റെ അഡ്രസ് ഞാൻ ഈ അഡ്രസ് ഇവിടെ വയ്ക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നാൽ അന്വേഷിക്കാലോ. അഡ്രസ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇനിയിപ്പോ ഇതൊന്നും എന്തെങ്കിലും സത്യം ഉണ്ടാവൂ? ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോ രമേന കണ്ടു. അവള് ചോദിക്കുക, നിനക്ക് കല്യാണാലോചനയൊന്നും വരണില്ലേ, ഒന്നും അന്വേഷിക്കണില്ലേന്ന്. ഞാനൊന്ന് അവിടം വരെ പോയി നോക്കിയാലോ? എവിടെ? അരവിന്ദന്റെ വീട്ടില്. ആഹാ, ഇതുവരെ എന്നെ കുറ്റം പറഞ്ഞിട്ട് നീ അതൊന്നും ഇതുവരെ വിട്ടില്ലേ? അതല്ലമ്മേ, അവൻ പറഞ്ഞതൊക്കെ ഉള്ളതാണോന്നൊന്നും അറിയാലോ. അവൻ നിന്നെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പല കള്ളത്തരങ്ങളും പറയും. അതും വിശ്വസിച്ച് നീ നടന്നോ? ചിലപ്പോ സത്യാണെങ്കിലോ? സത്യമാണെങ്കിലും നീ പോവണ്ട. ഓർമ്മയുണ്ടല്ലോ പണ്ടൊരുത്ത് ഇതുപോലെ പിന്നാലെ നടന്നതും? അത് നിനക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ വാശിക്കുക നിന്റെ ചേച്ചിനെ പ്രേമിച്ച് അവൻ കിട്ടിയത്. നിന്നോടുള്ള ദേഷ്യ അവനിപ്പോ അവളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ പ്ലീസ് അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഇൻട്രോവേർട്ടായ ചേച്ചിനെ അവൻ കയറി പ്രപ്പോസ് ചെയ്തതും അവള് യെസ് പറഞ്ഞൊക്കെ നമ്മൾ അറിഞ്ഞോ? ഒടുക്ക നമ്മളെല്ലാം അറിഞ്ഞപ്പോഴത്തേക്കും അവളുടെ കല്യാണം കഴിഞ്ഞു. എന്നാ പിന്നെ അവന്റെ തല്ലും വഴക്കൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞാൽ അവള് കേൾക്കൂല. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തന്നെയാ പറഞ്ഞേ, ഇനി നിന്റെയും കൂടി കാര്യത്തില് ടെൻഷൻ അടിക്കാൻ എനിക്ക് പറ്റില്ല. കട്ടുണ്ട് ഇവിടെ ആരുമില്ലേ? ആരാ? അഞ്ജലി അല്ലേ? അതെ. അരവിന്ദ് പറഞ്ഞിരുന്നേ ഇന്ന് അഞ്ജലി വരുന്നു. അവൻ പറഞ്ഞ് ഏകദേശം ഒരു രൂപം എന്റെ മനസ്സിലുണ്ടായിരുന്നു. കൊള്ളാം, അസലായിട്ടുണ്ട്. തന്നെ ആദ്യം കണ്ടപ്പോഴേ തന്നെ ഒരു ഫ്രോഡാന്ന് എനിക്ക് മനസ്സിലായതാ. പക്ഷെ ഇത്രയും വലിയ ഗജ ഫ്രോഡാന്ന് അറിയണ്ടായിരുന്നില്ല. അഞ്ജലി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? താൻ വന്നേ ഇരിക്ക്. ഞാനിവിടെ ഇരിക്കാനും നിൽക്കാനൊന്നും വന്നതല്ല. ആദ്യം ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ട് ഫോളോ ചെയ്ത് വീട് വരെ വരിക, എന്നിട്ട് ഇല്ലാത്തൊരു ബ്രദറിന്റെ പേരും പറഞ്ഞ് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. കൊള്ളാം, നല്ല സിനിമാറ്റിക് ആയിട്ടുണ്ട്. എന്താ തന്റെ ഉദ്ദേശം? അയ്യോ, തനിക്കെന്തോ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഞങ്ങളെ ട്വിൻ ബ്രദേഴ്സ് ആണേ. ഒരു 3 മിനിറ്റ് മുമ്പേ ഞാൻ ജനിച്ചു പോയി, അത്രേ ഉള്ളൂ. ശരി, താൻ ആനന്ദാന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ അരവിന്ദ് എവിടെ? ഞാനിന്ന് വരുന്ന ഉറപ്പുണ്ടായിട്ടും അയാൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. അവനിന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോയതാ. അവൻ പറഞ്ഞിരുന്നു അഞ്ജലി വരും, അതുകൊണ്ട് അവൻ പോണില്ല എന്ന്. പക്ഷെ ഞാനാ പറഞ്ഞ അഞ്ജലി വരാനൊന്നും പോണില്ല എന്ന്. അവനാണെങ്കിലേ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഒരു കരിയർ നോക്കാതെ അങ്ങനെ നടക്കുക. എനിക്കത് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ നിർബന്ധിച്ച് തള്ളി വിട്ടതാ. പാവം. എനിക്കിതൊന്നും കൺവിൻസിങ് അല്ല. ശരി, ട്വിൻസ് ആണെങ്കിൽ അരവിന്ദിനെ എന്നോട് ആദ്യം അത് പറയായിരുന്നല്ലോ. പക്ഷെ അയാൾ പറഞ്ഞത് ഏട്ടനാണെന്നാ. അത് ചിലപ്പോൾ എന്തെങ്കിലും സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടേ അവൻ മറച്ചു വെച്ചതായിരിക്കും. എനിക്ക് സർപ്രൈസ് തരാൻ നിങ്ങൾ ആരാ? എന്റെ അമ്മ പറഞ്ഞു തന്നെയാ ശരി. ഇതിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരുണ്ട്. ദയവേത് നിങ്ങൾ ഇനി ഇതും പറഞ്ഞതിന്റെ പിന്നാലെ വരരുത്. എനിക്കിതിനൊന്നിനുള്ള സമയമില്ല. അഞ്ജലി, കാര്യം പറയണോ? നിക്ക്. താനൊന്നും പറയണ്ട. അഞ്ജലി പ്ലീസ്, ഞാൻ പറയണോ കേക്ക്. ദേ അരവിന്ദ്, തന്റെ പേര് തന്നെയാണെന്ന് എനിക്ക് ഇപ്പോ ഉറപ്പില്ല. അതെന്തായാലും ശരി, താനിനി ഇതും പറഞ്ഞ എന്റെ പുറകെ വരേണ്ട കാര്യമില്ല. എടോ, എനിക്ക് തന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഞാനന്ന് ഇന്റർവ്യൂവിന് പോകണ്ടെന്ന് ഏട്ടനോട് 100 വട്ടം പറഞ്ഞ. അപ്പൊ ഏട്ടനാ പറഞ്ഞ അഞ്ജലി വരാനൊന്നും പോകില്ല, നീ ഇന്റർവ്യൂവിന് പോക്കുമെന്ന്. അങ്ങനെ മനസ്സോടെ ഞാൻ പോയത്. ഏട്ടനോ? എന്നിട്ട് അയാള് പറഞ്ഞ നിങ്ങൾ ട്വിൻസ് ആണെന്നാണല്ലോ. അതെ, ആണെന്റെ ഏട്ടനാണ്. ഏട്ടൻ മാത്രല്ല, അച്ഛനും അമ്മയും എല്ലാം ആണ്. എന്നൊക്കെ 3 മിനിറ്റിന്റെ മൂപ്പുകൾ പുള്ളിക്കുള്ളൂ. താൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തന്നെ ഒട്ടും വിശ്വാസമില്ല. ഞാൻ വരണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കുളിച്ച് കുറി മരച്ച് ഒരു വീൽ ചെയറിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ലേ? അന്ന് അഞ്ജലി എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാലോ. അപ്പോഴും അഞ്ജലിക്കൊന്നും വിശ്വാസമാവുമല്ലോ. ഞാൻ എങ്ങോട്ടേക്കും ഇല്ല.
ഇനി താൻ പറയുന്നതൊക്കെ സത്യമാണെങ്കിലും ശരി, ആ വീൽ ചെയറിൽ ഇരിക്കുന്ന പുള്ളിനെ ഞാൻ കെട്ടാൻ പോകുന്നില്ല. ഇപ്പൊ തന്റെ പ്രശ്നം വരുന്നില്ലേ? താനൊന്ന് വിട്ടെ. ആ ഒന്നും വേണ്ട. സത്യം പറഞ്ഞാൽ താനെന്തോ പറഞ്ഞിട്ട് ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷെ ഒരു തവണ താൻ എൻ്റെ കൂടെ വരണം. അത് വേറൊന്നും നിർബന്ധിക്കാമെന്നില്ല, എന്റെ ഏട്ടനെ കല്യാണം കഴിക്കണമെന്ന് പറയാനുമില്ല. പിന്നെ നമ്മൾ കണ്ടെന്ന് മുതൽ താൻ എന്നെ വല്ലാതെ തെറ്റിയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഏട്ടനെ കണ്ടപ്പോഴും ഞാനും ഏട്ടനും ഫ്രോഡാന്ന് വരെ പറഞ്ഞു. അപ്പം ആ തെറ്റുകാരം ഒന്ന് മാറണം, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം. ഓ ഞാനില്ല. അഞ്ജലി, ഇനി ഞാൻ ഇങ്ങനെ ശല്യം ചെയ്യാനൊന്നും വരില്ല കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും ഫ്രോഡൊന്നുമല്ല കേട്ടോ, ആരും പറ്റിക്കാനും നോക്കിയിട്ടില്ല. അരവിന്ദേ, അഞ്ജലി വാ കേറ്. അഞ്ജലി ഇരിക്കൂ. എന്താ അഞ്ജലി, അഞ്ജലിക്ക് ഇപ്പൊ വിശ്വാസമായില്ലേ? അഞ്ജലി ഇപ്പൊ അമ്പരപ്പൊക്കെ മാറിയോ? അത് പിന്നെ എനിക്കിപ്പോ ആരെ വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്റെ അനുഭവങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ആ അഞ്ജലിയുടെ ചേച്ചിയുടെ കാര്യം ഇവൻ പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് അറിഞ്ഞായിരുന്നു. അയ്യോ അതങ്ങനെയല്ല, ഞാൻ ഇതൊരു കല്യാണാലോചന ആയിട്ടാണല്ലോ മൂവ് ചെയ്തത്. അപ്പൊ നാട്ടിലൊക്കെ അന്വേഷിക്കുന്ന ഒരു നാട്ടുനടപ്പുണ്ടല്ലോ, അങ്ങനെ അന്വേഷിച്ചതാ. എന്നെ പറ്റിക്കാന്ന് കരുതി ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. സോറി കേട്ടോ. ഓ അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ആരായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യും. ഞങ്ങളൊരു ഫ്രോഡായിട്ടൊക്കെ കണ്ടേ. അഞ്ജലിക്ക് ഏട്ടനെ കല്യാണം കഴിച്ചൂടെ? ഛേ, നീ ഇതുവരെ വിട്ടില്ല അതൊന്നും. നോക്കിയേ, അഞ്ജലി മിടിക്കിയ ഒരു കുട്ടിയാ. എന്നെപ്പോലെ ആളുടെ കൂടി അവളുടെ ജീവിതം കളയേണ്ട കാര്യമൊന്നുമില്ല. അവൾക്കുണ്ടാവില്ല അവളുടേതായ സങ്കല്പങ്ങളൊക്കെ. ഇനി മേലാക്ക് ഇങ്ങനെ വർത്താനം പറയാൻ നിൽക്കരുത്. ഏട്ടൻ അഞ്ജലിനെ ഫ്രണ്ടായിട്ട് മാത്രമാണോ കണ്ടിട്ടുള്ളൂ? ആരും ഇല്ലാത്ത നമുക്കേ ആകെ ഉണ്ടായിരുന്നൊരു കൂട്ടാ കുട്ടി. വല്ലപ്പോഴൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരുന്നായിരുന്നു. ഇനിയിപ്പോ ആ കുട്ടി വരവും നിർത്തും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നത് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ. ആയിരിക്കും, അല്ലാതെ വെറുതെ ഒരു പരിചയത്തിന്റെ പേരില് നീ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ചു, നിനക്ക് അവിടെ പോവാനും അവരെ കാണാനും കുറച്ച് താല്പര്യം കൂടുതലുള്ളത്. അയ്യോ അമ്മ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല അവിടെ പോയത്. അവർക്ക് ആരും ഇല്ല, പിന്നെ ഒരു നല്ലവരമ്മ. ഞാൻ അവർക്കൊരു നല്ല ഫ്രണ്ട്, ആ ഒരു രീതിക്ക് പോയിട്ടുള്ളൂ. അത്രയുള്ള മോള്. അരവിന്ദ് ഒരു പാവമ്മ. അവനവന്റെ ഏട്ടൻ എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ആനന്ദാണെങ്കിൽ അതിനേക്കാൾ നല്ലൊരു മനുഷ്യൻ. ലൈഫിൽ എവിടേക്ക് എത്തേണ്ട ഒരാളായിരുന്നു. സ്നേഹിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ട്. ഞാൻ അവർക്കൊരു നല്ല ഫ്രണ്ടായിട്ടിരിക്കാന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഒക്കെ ശരിയായിരിക്കുക, പക്ഷെ നീ അവിടെ ഇടയ്ക്ക് പോയിട്ട് അവർക്കൊരു പ്രതീക്ഷ കൊടുത്ത പോലെ ആയില്ലേ മോളെ. ഇനി അവിടെ പോണോ വേണ്ടെന്നുള്ളത് അഞ്ജലിക്ക് നിർണയിക്കാം. കേറി എടുത്തി. ആദ്യം എനിക്ക് വിഷമം തോന്നിയെങ്കിലും എനിക്കറിയാം എൻ്റെ മോൾക്ക് തെറ്റൊന്നും പറ്റില്ല. സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി, അവള് പറഞ്ഞ പോലെ. നിന്റെ ഭാഗ്യ ഇതേപോലെയുള്ള ഒരു അനിയനെ കിട്ടിയത്. അതിനിപ്പോ എനിക്ക് ഏട്ടൻ മാത്രല്ല, ഒരു ഏടത്തിയും കൂടി ആയല്ലോ.